കൊതുകിനെ ഭയന്ന് കാളയ്ക്ക് ജീവൻ അർപ്പിച്ച ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ചിരിക്കരുതേ. മാധവ് സുരേഷ്, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ദൈവമേ, ഇതെവിടെ എത്തിയ എന്റെ ആറ്റുകാൽ ഭാസ്കര? അങ്ങനെ ഒരു ദൈവം ഇല്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഇല്ലാത്ത ദൈവത്തെ വരെ വിളിച്ചു പോകും. ജസ്റ്റ് ചിൽ മാധവ്, ചിൽ. ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. എങ്കിൽ നമുക്ക് ഉറക്കം വരാതിരിക്കാനായിട്ട് ഇപ്പൊ ഞാൻ എന്താ ചോദിക്കാം, കുറച്ച് സ്പൈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ? തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. എങ്കിൽ നമുക്ക് ഉറക്കം വരാതിരിക്കാനായിട്ട് ഇപ്പൊ ഞാൻ എന്താ ചോദിക്കാം, കുറച്ച് സ്പൈസി ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കട്ടെ? അത് ഇന്റർവ്യൂയുടെ തീരുമാനമല്ല. എനിക്കിങ്ങനെ മാധവനോട് സംസാരിക്കുമ്പോഴത്തേക്കും മാധവ് വളരെ കുറച്ച് സംസാരിക്കുന്ന ഒരാളായിട്ട് ഫീൽ ചെയ്യുന്നു. അങ്ങനെയുണ്ടോ? എന്റെ വേർഡ്സ് എവിടെ വാല്യൂബിൾ ആണ് അവിടെ ഞാൻ സംസാരിക്കും. പരിധിക്കുള്ളിൽ പറഞ്ഞുകൊണ്ടിന്റെ കാര്യമില്ല. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ഗോകുലിനോട് സംസാരിക്കുമ്പോഴും മാധവനോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഭയങ്കര ഹമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു. സത്യത്തിൽ വളരെ ഹമ്പിൾ ആയിട്ടുള്ള കുട്ടിയാണോ? ഞാനൊരു മനുഷ്യനാണ്. അച്ഛന്റെ ഏതെങ്കിലും ഒരു ഡയലോഗ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അമ്മയിൽ നിന്ന് എഴുതിയെടുത്ത ഒരു ക്വാളിറ്റി എന്തായിരിക്കും? എവിടെ എന്ത് പറയണമെന്നുള്ളത് അമ്മയുടേതാണ് ഞാൻ പഠിച്ചത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ എനർജിയോ നമ്മുടെ വാക്കുകളോ വെറുതെ വേസ്റ്റ് ചെയ്യരുത്. പൊട്ടത്തര വരുന്ന വിളമ്പരുത്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. അങ്ങനെ ഫുട്ബോൾ പ്ലെയറിൽ നിന്ന് ഫിലിം സ്റ്റാർ ആയിട്ട് കണ്ടപ്പോഴത്തേക്കും അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു? ഞാനൊരു ഫിലിം സ്റ്റാർ ആയിട്ടില്ല. എന്നാലും ഞാൻ ആസ് ഓഫ് ടുഡേ 2 ഫിലിമിൽ ആക്ട് ചെയ്ത ഒരു ആക്ടർ മാത്രമാണ്. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. അതായത് എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമുണ്ട് ഇപ്പൊ മാധവന് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന് അറിയണമെന്ന്. സ്വന്തം കപ്പ് ഫില്ല് ചെയ്തിട്ട് മറ്റേ ആൾക്കാർക്ക് ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അതിന്റെ ഒരു അർത്ഥമുണ്ട്. വ്യൂവേഴ്സിന് മനസ്സിലാവും. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.